സ്കീം നോട്ടിഫിക്കേഷൻ വന്നത് 2025 ഫെബ്രുവരി 20-ാം തീയതിയാണ്. ഏപ്രിൽ 23 മുതൽ 29 വരെയുള്ള തീയതികളിൽ പരീക്ഷ നടന്നു. ജൂലൈ 1-ാം തീയതി പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് വെറും 1 മണിക്കൂർ മുൻപ് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ പുറകിലായി പോകുന്നു എന്ന് പറഞ്ഞ് സർക്കാർ പ്രോസ്പെക്ടസ് തിരുത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതാണ് ഈ പ്രശ്നങ്ങളുടെയെല്ലാം കാരണം. ഇവിടെ ഇപ്പോൾ കേൾക്കുന്നത് സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോകുന്നു എന്നാണ്. വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ആശങ്കയുണ്ട്. ഈ കേസെല്ലാം തീർത്ത് അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിച്ച് കോളേജിലെത്തുമ്പോൾ അവിടെ 1-ാം സെമസ്റ്റർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും. ഇത്രയും വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദി ആരാണ്? ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങൾക്ക് കൊടുത്ത 1-ാമത്തെ മറുപടി ഈ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ്. പൊതുഖജനാവിൽ നിന്ന് ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന മന്ത്രി ഇത്രയും അധികം 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ആശങ്കയിലാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ബോധിപ്പിച്ചേ മതിയാകും. ബിന്ദു മാഡം പറയുന്നത് 2011 മുതലുള്ള ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നം ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ പ്രശ്നമല്ല, പിഴവല്ല എന്നാണ്. എന്നാൽ 2016 മുതൽ കേരളം ഭരിക്കുന്നത് ഈ ഇടത് സർക്കാരാണ്. 2021 മുതൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് ഡോക്ടർ ആർ ബിന്ദു എന്നാണ്. ഉചിതമായ തീരുമാനമെടുക്കാൻ ഇത്രയധികം സമയമുണ്ടായിട്ടും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന അവസാന നിമിഷം വരെ നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? സർക്കാരിന്റെ സൂപ്പർ നാച്ചുറൽ വിസ്റ്റമാണോ എന്നാണ് കോടതി കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചത്. നിങ്ങളുടെ ക്രിമിനൽ ഗവേണൻസ് തന്നെയാണ് ഈ വലിയ പ്രതിസന്ധിയുടെ കാരണം. IITയും NITയും പോലുള്ള സ്ഥാപനങ്ങളിൽ ക്ലാസുകൾ ആരംഭിക്കാൻ പോവുകയാണ്. കേരളത്തിലാണെങ്കിൽ റാങ്ക് ലിസ്റ്റിനെ ചൊല്ലിയുള്ള കേസുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കേരളത്തിലെ യുവതലമുറ ഈ നാട് വിട്ട് പുറത്ത് പോകാതിരിക്കുക? സർക്കാർ പ്രതിസന്ധിയിലാകുന്ന ഓരോ ഘട്ടത്തിലും മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നാട്ടുകാരെ കാണിക്കുന്നതിനുള്ള സമരം കഴിഞ്ഞെങ്കിൽ SFI കീം വിഷയത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. ഭരണവിലാസം സംഘടനയ്ക്ക് എന്ത് വിദ്യാർത്ഥി പക്ഷം. എന്നിരുന്നാലും വിദ്യാർത്ഥി പക്ഷത്ത് നിന്നില്ലെങ്കിലും നിലപാടെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ചാനലുകൾ കയറിയിറങ്ങി സർക്കാരിനെ ന്യായീകരിക്കുന്നതെങ്കിലും SFI ഒന്ന് അവസാനിപ്പിക്കണം. സൂംബ ഡാൻസും സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമും എല്ലാം നല്ലത് തന്നെ. ഈ തൊലിപ്പുറത്തുള്ള ചികിത്സയ്ക്കപ്പുറം ഗൌരവകരമായ മാറ്റങ്ങൾ ഈ ഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. പ്രതിച്ഛായ ഭയത്തിനപ്പുറം പിഴവുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ ഈ ഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണെന്ന് മാത്രം സർക്കാരിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.